So photoreceptors, phytochromes, cryptochromes, phototropins, Skew tube, UVRA. These are the main photoreceptors. അത് നമുക്ക് സ്യൂട്ട് ലൂപ്പ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റെഫർ ചെയ്ത ടെക്സ്റ്റ് ബോട്ടണിക്കാർ എത്ര പേരാ അതിനുണ്ടോ? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ടേസ്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടേസ്റ്റ് ആൻഡ് സൈഗർ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആൻഡ് സൈഗറിൻ്റെ പ്ലാന്റ് ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കും മോളിക്കുലർ ബയോളജി ഓഫ് പ്ലാന്റ്സ് ബുച്ച്നാൻ്റെ ഈ രണ്ട് ടെക്സ്റ്റ് ഞാൻ സാറിന് കൊടുത്തേക്കാം, നിങ്ങളുടെ ഗ്രൂപ്പിനകത്തോട്ട് ഷെയർ ചെയ്തത്. ഈ രണ്ട് ടെക്സ്റ്റാണ് നമ്മൾ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ചേച്ചിക്കാർ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഈ ടെക്സ്റ്റിൽ നിന്നായിരിക്കും. നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത് ടേസ്റ്റിൻ്റെ ചാപ്റ്ററാണ്. സിഗ്നൽസ് ഫ്രം സൺലൈറ്റ് ചാപ്റ്റർ നമ്പർ 14, ടേസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 14 സിഗ്നൽസ് ഫ്രം സൺലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. സോ മെയിൻലി 5 ഫോട്ടോറിസെപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഫൈറ്റോക്രോംസ്, ക്രിപ്റ്റോക്രോംസ്, ഫോട്ടോട്രോപ്പിൻ, സ്യൂട്ട് ലൂപ്പ്, UVR ലൈറ്റ്. അപ്പോൾ സൺലൈറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് റേസ് ഓഫ് ലൈറ്റ് വരത്തില്ലേ? ബ്ലൂ ലൈറ്റ്, റെഡ് ലൈറ്റ്, UV ലൈറ്റ്, ഇൻഫ്രാറെഡ് അല്ലേ, എക്സ്റേസ്, ഗാമാ റേസ്, ലോട്ട് ഓഫ് റേസ് വരുന്നത്. അതിൽ റെഡ് ലൈറ്റ്, ഫാർ റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, UV ലൈറ്റ്, ഈ 4 ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ റിസെപ്റ്റേഴ്സിൽ പഠിക്കുന്നത്. സോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നിന്ന് എങ്ങോട്ട് പോകാം? പാടിലോട്ട് പോകാം. അത് എളുപ്പമാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. സോ ഫൈറ്റോക്രോംസ്, ക്രിപ്റ്റോക്രോംസ്, ഫോട്ടോട്രോപ്പിൻ, സ്യൂട്ട് ലൂപ്പ്, UVRA. ദീസ് ആർ ദ മെയിൻ 5 ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സിലോട്ട് ഈ റിസെപ്റ്ററിലോട്ട് സൺലൈറ്റ് വരുമ്പം ഓരോന്നും ഓരോ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് ലൈറ്റ് വന്ന് ഇതിൽ ഏതിനകത്തോട്ട് ഏത് ലൈറ്റ് വന്ന് കഴിയുമ്പം ഏത് ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കമ്പാരിറ്റീവ്ലി സ്യൂട്ട് ലൂപ്പിനെ കുറിച്ച് വളരെ ഒരു ചെറിയ പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. UVA ലൈറ്റ് ആൻഡ് ബ്ലൂ ലൈറ്റ് അബ്സോർബിംഗ് ഫോട്ടോറിസെപ്റ്റർ ആണ് സ്യൂട്ട് ലൂപ്പ്. UVA ആൻഡ് ബ്ലൂ ലൈറ്റ് അബ്സോർബിംഗ് ഫോട്ടോറിസെപ്റ്റർ ആണ് സ്യൂട്ട് ലൂപ്പ്. അത്രയും മാത്രമല്ല നമുക്ക് സ്യൂട്ട് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത്. വേറെ ഇൻഡെപ്തായിട്ട് ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയുന്നില്ല. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. DBT എന്ന് പറയുന്നത് നമുക്ക് CSIR മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാം, DBT എന്ന് പറയുന്ന എക്സാം ഉണ്ട്. DBT എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ 2023 ഡിസംബറിൽ 2023 DBTയിൽ ചോദിച്ചാൽ സ്യൂട്ട് ലൂപ്പ് അബ്സോർബ് ചെയ്ത ലൈറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ 4 ഉണ്ടായിരുന്നത് റെഡ് ലൈറ്റ്, UV ലൈറ്റ്, UVA, ബ്ലൂ ലൈറ്റ്, ബോത്ത് UVA ആൻഡ് റെഡ്. അതായിരുന്നു ആൻസർ. സോ UVA ആൻഡ് റെഡ് ലൈറ്റ് അബ്സോർബിംഗ് ഫോട്ടോറിസെപ്റ്റർ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ UVA ആൻഡ് ബ്ലൂ ലൈറ്റ് അബ്സോർബിംഗ് ഫോട്ടോറിസെപ്റ്റർ ആണ് നമ്മുടെ സ്യൂട്ട് ലൂപ്പ്. അത്രയും മാത്രമേ പഠിക്കാറുള്ളൂ. അത് മാത്രം പഠിച്ചാൽ ഓക്കെ. നമുക്ക് ഇച്ചിരി എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ UVR ലൈറ്റ് നമുക്ക് നോക്കാം. പെട്ടെന്നാണ്. കാണാമല്ലോ. ഓക്കെ, സോ UVRA ഇതിൻ്റെ മേജർ ഫങ്ഷൻ UVRA പേരിൽ തന്നെ ഉണ്ടല്ലോ. ഏത് ലൈറ്റ് ആയിരിക്കും വന്ന് വീഴുന്നത്? UV ലൈറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് UV ലൈറ്റ് ഉണ്ട്. UVB ലൈറ്റാണ് വന്ന് അടിക്കുന്നത്. UVB ലൈറ്റ് വന്ന് UVR ഫോട്ടോറിസെപ്റ്റേഴ്സിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്താ നടക്കുന്നത്? അവിടെ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മേജർ ഫങ്ഷനാണ് ഈ ഫ്ലാവനോയിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ടെർപ്പിനോയിഡ്സ്. ഇതിൻ്റെയൊക്കെ എന്താ പറയുന്നത്? ഫ്ലാവനോയിഡ്, ടെർപ്പിനോയിഡ്സിൻ്റെ ഒക്കെ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ഇതൊക്കെ ഡിഫൻസ് വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഈ ലൈറ്റ് വന്ന് ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇവരുടെയൊക്കെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സിന്തസൈസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഡീലിംഗ് വിത്ത് UVRA. ഏറ്റവും താഴെയാണ് നമ്മൾ മണ്ടേക്കോട്ട് പോകുന്നത്. എന്തെങ്കിലും ഡിസ്കംഫോർട്ട് തോന്നുവാണെങ്കിൽ പറയാൻ നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ UVRA ഇവിടെ തൊട്ടാണ് കിടക്കുന്നത്. ഇറ്റ്സ് എ ഡൈമർ. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്. ഓക്കെ, 2 പേരോട് ഒന്നിച്ച്. എപ്പോഴാണോ UVB ലൈറ്റ് വരുന്നത് അന്നേരം ഇവരെന്താകും? മോണോമറായിട്ട് മാറും. ഡൈമർ എന്തായി മാറും? മോണോമറായിട്ട് മാറും. അപ്പോഴാണ് ഒരു പ്രോട്ടീൻ വരുന്നത്, കോപ്സ്പ. പ്രോട്ടീൻ്റെ പേരെന്താ? കോപ്സ്പ. ആക്ച്വലി ശ്രദ്ധിച്ച് കേൾക്കണം, ഇവർ മാത്രമേ ഉള്ളൂ കോപ്സ്പ നല്ല കുട്ടി. ബാക്കി പറയുന്നത് എല്ലാവരും ഈ കോപ്സ്പ എന്ന് പറയുന്നത് ഒരു എന്താ അടിയുണ്ടാക്കുന്ന ചെറുക്കനാണ്. ഇവിടെ മാത്രമേ നല്ല കുട്ടിയാണ് കോപ്സ്പ. എപ്പോഴാണോ ഈ മോണോമറിലോട്ട് കോപ്സ്പ വന്ന് ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും? UVB റെസ്പോൺസ് ജീനുകളുടെ ആക്ടിവേഷനെ സഹായിക്കും. മനസ്സിലായോ? എപ്പോഴാണോ കോപ്സ്പ പ്രോട്ടീൻ വന്ന് UVBയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് അവരന്നേരം എന്ത് ചെയ്യും? അതിൻ്റെ എക്സ്പ്രഷന്
അതായത് UVR റേറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനങ്ങളുടെ എല്ലാം ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത് എപ്പോഴാണ് കോപ്സ്പ വന്ന് ഈ മോണോമറെ ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ, പരിപാടി നിർത്തുകയും വേണ്ടേ. എപ്പോഴാണോ റപ്പ് എന്ന് പറയുന്നൊരു പ്രോട്ടീൻ, ചേട്ടൻ്റെ പേരെന്താ, പ്രോട്ടീൻ്റെ പേരെന്താ, റപ്പ് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ക്യാരക്ടേഴ്സ്, ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഇവരെല്ലാം കാണും, ഓരോ ക്യാരക്ടറാണ് ഈ സിനിമയിൽ വരുന്നത്, നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മറക്കത്തില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം റപ്പായി എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ വരുമ്പോൾ കോപ്സ്പ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, തിരിച്ച് റപ്പ് പ്രോട്ടീൻ എന്ത് ചെയ്യും, അവരെ ഡൈമറാക്കി അഗെയിൻ ഈ സൈക്കിൾ ഇങ്ങനെ പ്രോട്ടീൻ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത്രയേ ഉള്ളൂ UVR റേറ്റ്. എന്താണ് UVR റേറ്റ്? ഒരു ഡൈമറായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴാണോ UV ലൈറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യും, മോണോമറായിട്ട് മാറും. മോണോമറായിരിക്കുന്ന സമയത്ത് കോപ്സ്പ എന്ന് പറയുന്ന ആൾ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ ജീൻസിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് സിഗ്നൽസ് നടത്തും. ഓക്കെ, ആവശ്യമുള്ളതൊക്കെ. എപ്പോഴാണോ റപ്പ് എന്ന് പറയുന്ന പ്രോട്ടീൻ വരുന്നത്, കോപ്സ്പ അങ്ങ് മാറിക്കൊടുക്കും, റപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും, അവർ വിരിച്ച് എന്തായി ഡൈമറായിട്ട് പോകും. ഇനി ഇവിടെ ഒരു ഡൈമറായിട്ട് ഇരിക്കണമെങ്കിൽ ഇവിടെ ഒരു ബോണ്ട് വേണമല്ലോ. സോ ആക്ച്വലി ദർ ഇസ് സോൾട്ട് റിച്ച് കണക്ഷൻ ബിറ്റ്വീൻ 2 മോണോമേഴ്സ്. അത് ഡൈമറായി ഇരിക്കണമെങ്കിൽ ഒരു സോൾട്ട് റിച്ച് കണക്ഷൻ ഉണ്ട് ബൈ 2 മെയിൻ അമിനോ ആസിഡ്, ട്രിപ്റ്റോഫാൻ ആൻഡ് ആർജിനിൻ. സോൾട്ട് ബ്രിഡ്ജ് കണക്ഷൻ ബിറ്റ്വീൻ ട്രിപ്റ്റോഫാൻ ആൻഡ് ആർജിനിൻ റെസിഡ്യൂ ആണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒന്നിച്ച് നിർത്തും. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ UVR റേറ്റ്. അപ്പോൾ UVR റേറ്റ് എന്ന് പറയുന്നത് ഫ്ലാവിനോടെർപ്പിനോ ബയോസിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോട്ടോ റിസപ്റ്ററാണ്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് എ ഡൈമർ. വെൻ UVB ലൈറ്റ് കംസ് ആൻഡ് ഹിറ്റ് ഓൺ UVR rate dimer, it becomes monomer. When COPSPA will come and bind to the UVR8 monomer, then it will execute their function, gene expression. When RUP protein comes and binds to the UVR8 monomer, they again come back to the dimer stage and kept it as inactive. Dimer ആയിരിക്കുമ്പോൾ ഇനാക്റ്റീവ് അല്ലേ, മോണോമർ ആയപ്പോഴല്ലേ ജീൻ ആക്ടിവേഷൻ ഹെൽപ്പ് ചെയ്തത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലേ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ റിസപ്റ്ററാണ് ഫോട്ടോട്രോപ്സ്. ഓക്കെ, ആക്ച്വലി നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ഇമേജസ്. സെൽ ബയോളജി പഠിക്കുകയാണെങ്കിലും മോളിക്കുലർ ബയോളജി പഠിക്കുകയാണെങ്കിലും നോട്ടിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ഇമേജസ് ആണ്. ഇമേജസ് മനസ്സിലോട്ട് വന്നോ നമുക്ക് ഓൾറെഡി സംഭവമല്ല. ഇപ്പം UVR റേറ്റ് പറയുമ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് അല്ല, ഈ മുമ്പേ കാണിച്ച ഇമേജാണ് മനസ്സിലോട്ട് വരുന്നത്. കിട്ടിയോ? സോ അടുത്താണ് ഫോട്ടോട്രോപ്പിൻസ്. പേരിൽ തന്നെ ഉണ്ടല്ലോ, ഫോട്ടോ ലൈറ്റ്, ട്രോപ്പിൻ മൂവ്മെൻറ്റ്. അപ്പോൾ ലൈറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യും, അതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് എ ബ്ലൂ ലൈറ്റ് റിസീവിങ് ഫോട്ടോ റിസപ്റ്റർ. ഏത് ലൈറ്റാണത് റിസീവ് ചെയ്യുന്നത്? ബ്ലൂ ലൈറ്റ് റിസപ്റ്ററാണ്. They have except UVR8 photoreceptor, other photoreceptor contain a protein part and a non-protein part. And UVR8 പ്രോട്ടീൻ പാർട്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്ന സംഭവമില്ല, എല്ലാം പ്രോട്ടീൻ പാർട്ടേ ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്തുണ്ട്? ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. സോ ദ മെയിൻ ഹിയർ ഇൻ ദ ഫോട്ടോട്രോപ്പിൻസ്, love സെറിൻ ത്രിയോണിൻ കൈനേസ് ഡൊമൈൻ ഈസ് പ്രസൻറ്റ് ഇൻ ദ പ്രോട്ടീൻ. എന്താണ് ലവ് ഡൊമൈൻ കൈനേസ് ഡൊമൈൻ? നമുക്ക് എങ്ങനെ പറയാം? ലവ് സെറിൻ ത്രിയോണിൻ കൈനേസ് ഇസ് എ പ്രോട്ടീൻ പാർട്ട് പ്രസൻറ്റ് ഇൻ ഫോട്ടോട്രോപ്പിൻസ്. സോ ഇമേജിലോട്ട് നോക്കണേ. ഫോട്ടോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ പ്ലാന്റ് മൂവ് ചെയ്യുക, അതല്ലേ ഫോട്ടോട്രോപ്പിസം. സോ ഇൻ ദ ഫസ്റ്റ് ഇമേജ് നോർമൽ സ്റ്റേറ്റ് ഒക്കെ എന്ത് ചെയ്ത് ലൈറ്റ് വന്നു വീഴും, പ്ലാന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ബെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ലൈറ്റ് വരുന്ന ദിശയിൽ പ്ലാന്റ് ബെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ദ സയൻറ്റിസ്റ്റ് മ്യൂട്ടേറ്റഡ് ലവ് ആൻഡ് ഡൊമൈനും മ്യൂട്ടേറ്റ് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? പ്ലാന്റ് ഒന്നും സംഭവിച്ചില്ല, അത് മൂവ് ചെയ്തു. ദെൻ സി ലവ് ടു ഡൊമൈൻ മ്യൂട്ടേറ്റ് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ? ദർ ഇസ് നോ ഫോട്ടോട്രോപ്പിക് ഉണ്ടോ? ലൈറ്റ് ഈ ദിശയിൽ നിന്നാണ്, മറ്റേതെല്ലാം ഇങ്ങോട്ടാണ് വളർന്നിരിക്കുന്നത്. ലവ് ടു ഡൊമൈൻ മ്യൂട്ടേറ്റ് ആയപ്പോൾ ഒരു വളവും ഇല്ല, അത് നേരെ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലോ, ലവ് ടു ഡൊമൈൻ ഈസ് ദ മേജർ എലമെന്റ് ഹെൽപ്പിംഗ് ഇൻ ദ ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ്. സെറ്റല്ലേ? ലവ് ഡൗട്ട് ഉണ്ടോ?
ലവ് സെറിൻ ത്രിയോണിൻ കൈനേസ് ഡൊമൈൻ ആണ്. സോ അതിലെ ലവ് ടു ഡൊമൈൻ ഈസ് മേജർലി ഹെൽപ്പിംഗ് ഇൻ ദ ഫോട്ടോട്രോപിക് മൂവ്മെന്റ്. ബിക്കോസ് ലവ് ടു ഡൊമൈനെ മ്യൂട്ടേറ്റഡ് ആക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, പ്ലാന്റ് നേരെ തന്നെ നിന്നു. ലവ് വണ്ണിനെ മ്യൂട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അത് വളർന്നിട്ടുണ്ട്. ബിക്കോസ് ലവ് ടു ഈസ് പ്രസന്റ് ഓവർ ദെയർ. കിട്ടിയോ? കോൺസെപ്റ്റ് കിട്ടിയോ? ഇമേജ് സെറ്റാണോ? ഇനി ഫോട്ടോട്രോപ്പിന്റെ ആണ് ലവ് സെറിൻ ത്രിയോണിൻ കൈനേസ് ഡൊമൈൻ പ്രോട്ടീൻ പാർട്ട്. പറയട്ടെ, സെറ്റല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് ബ്ലൂ ലൈറ്റ് ഒന്നും ഇല്ല, വെറുതെ ഇനാക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഉറക്കം നോക്കിയിരിക്കുന്ന സമയം. ഇതാ നോക്കിക്ക്, ഒരു ലൈറ്റും വരുന്നില്ലേ? ഇപ്പം നോക്കി, ലവ് കൈനേസ് ഡൊമൈൻ എങ്ങനെ ഇരിക്കുന്നത്? നേരെ ഇരിക്കുന്നതിന് പകരം എങ്ങനെ ഇരിക്കുന്നത്? വളഞ്ഞ് ലവ് ടു ഡൊമൈനുമായിട്ട് അറ്റാച്ച് ചെയ്തല്ലേ ഇരിക്കുന്നത്. അത് ഇനാക്റ്റീവ് സ്റ്റേജിൽ ഇരിക്കുന്നതാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തേ. നമ്മൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം. പരസ്പരം ഇപ്പം ഒരാൾ പഠിച്ചത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക, ഗ്രൂപ്പ് സ്റ്റഡി, അതാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് എത്ര കാണാതെ പഠിച്ചിട്ടും നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സെറ്റാവുക. സോ ലഞ്ച് ബ്രേക്കിൻ്റെ ആ സമയത്ത് പെട്ടെന്ന് കഴിച്ചിട്ട് അവർക്ക് രണ്ടുപേർ ആരെങ്കിലും ഒന്ന് നമ്മൾ UR റേറ്റും ഇപ്പം പറഞ്ഞൊന്ന് സെറ്റാക്കി കൊടുത്തേക്കുക. ഓക്കെ, ഹെൽപ്പ് ചെയ്യും ഇവർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ എൻ്റെ നമ്പർ തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, സോ നോക്കിക്ക്, ലവ് കൈനേസ് ഡൊമൈൻ കണ്ടല്ലോ. ഇപ്പം നമുക്ക് ബ്ലൂ ലൈറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, നോർമലി ഇരിക്കാം. കൈനേസ് ഡൊമൈൻ ലവ് ടു ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണല്ലോ, ഇനാക്റ്റീവായിട്ട് ഇരിക്കാം. എപ്പോഴാണോ ബ്ലൂ ലൈറ്റ് വരുന്നത്, ഇവിടെ നോക്കണേ, എപ്പോഴാണോ ബ്ലൂ ലൈറ്റ് വരുന്നത്, ഇത് കുറച്ച് എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്ത് നിൽക്കും. കണ്ടോ? ആൻഡ് ഇങ്ങനെ ൂണ്ടാണല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ദേ ഗെറ്റ് ഓട്ടോ ഫോസ്ഫോറിലേറ്റ്. അവരെന്ത് ചെയ്യും? അവർക്ക് സ്വന്തമായിട്ട് ഫോസ്ഫോറിലേഷൻ ചെയ്യാറില്ല. ദേ ഗെറ്റ് ഓട്ടോ, എല്ലാത്തിനും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഓട്ടോ ഫോസ്ഫോർ. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ സബ്സ്ട്രേറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. സബ്സ്ട്രേറ്റ് എന്ന് ഇപ്പം കേൾക്ക്, ബാക്കി സബ്സ്ട്രേറ്റ് തന്നെ പറഞ്ഞു. സോ നമ്മൾ ഫോട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്ന. പേരിൽ തന്നെ ഉണ്ട് ഫോട്ടോട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. സോ അതിലെ ലവ് സെറിൻ ത്രിയോണിൻ കൈനേസ് ഡൊമൈൻ ആണ് അവരുടെ പ്രോട്ടീൻ 1. അല്ലെ ലവ് 2 ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്ത്? ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ്. ഇനി അവരൊരു സിഗ്നലിംഗ് പറയുമ്പോൾ ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് വെയർ കൈനേസ് ഡൊമൈൻ ഈസ് അറ്റാച്ച്ഡ് ടു ദ ലവ് 2 ആണല്ലോ. വെൻ ബ്ലൂ ലൈറ്റ് ഹിറ്റഡ് ഓൺ ദിസ് ഫോട്ടോട്രോപ്പിൻ റിസപ്റ്റർ, they get autophosphorylated and they will give phosphorylation to the substrate. ഈ സബ്സ്ട്രേറ്റ് എന്നിട്ട് സിഗ്നലിംഗ് നടത്തും. ഓക്കെ, മെയിൻ അവരുടെ സിഗ്നലിംഗ് നമുക്ക് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് മൂവ്മെന്റ് ആൻഡ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഇസ് ദർ മേജർ റെസ്പോൺസസ്. ഫോട്ടോട്രോപ്പിന്റെ മേജർ റെസ്പോൺസസ് എന്തൊക്കെയാണ്? സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങും ക്ലോറോപ്ലാസ്റ്റ് മൂവ്മെന്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ CSIR ചോദിച്ച ചോദ്യം ഈ ഇമേജ് ഇതുപോലെ തന്നെ എടുത്ത് അവരെ കൊണ്ട് വെച്ചിട്ട് ഈ പേരുകളാണ് ചോദിച്ചത്. വേറൊന്നുമല്ല, ഈ ഇമേജ് ഇതുപോലെ തന്നെ അവരെ ഇങ്ങോട്ട് എടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് എന്താ ഇവിടെ നടന്ന സംഭവം എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും പ്ലാൻ ചെയ്ത് വെക്കത്തില്ല. കോൺസെപ്റ്റ് അറിയാമോ? ഫസ്റ്റ് ഇമേജ് ആണ് ചോദിച്ചത്. നോക്കിയാലോ, ക്ലോറോപ്ലാസ്റ്റ് മൂവ്മെന്റ്. So, suppose this is a cell. So, in the low light conditions, the chloroplast is arranged on the upper side and the lower side. Upper side and the lower side lightaണ് അവരെന്ത് ചെയ്യുന്നത്? അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. If high light അടിക്കുമ്പോൾ ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് പൊട്ടിപ്പോകാനുള്ള നശിച്ചു പോകാനുള്ള സാധ്യതയില്ലേ? So, they will move to the lateral sides. In the dark time, they will occupy on the bottom side only. ഇതാണ് അവർ ചോദിച്ചത്. In very light, high light condition, low light condition, dark condition, what is the nature of chloroplast? ഈ ഇമേജ് അവർ ബേസ് ചെയ്തു. So in low light condition, the chloroplast is present in the upper side and the lower side. In high light condition, it is placed on the lateral side, and in the dark condition, they are occupied in the
ബോട്ടം പൊസിഷൻ. സോ ഫസ്റ്റ് അപ്പർ ആൻഡ് ലോവർ സൈഡിൻ്റെ പേരാണ് അക്യുമുലേഷൻ റെസ്പോൺസ്. ഏത് റെസ്പോൺസ് ആണ്? അക്യുമുലേഷൻ. ഇതെന്താണ്? അവോയ്ഡൻസ് റെസ്പോൺസ്. എന്തിൽ നിന്നായിരിക്കും പൊട്ടിപ്പോകുന്നത്? ക്ലോറോപ്ലാസ്റ്റ് നശിച്ചു പോകാതിരിക്കൽ എന്നുള്ള റെസ്പോൺസ്, അവോയ്ഡൻസ് റെസ്പോൺസ്. ഓക്കെ, ഇനി ഇത് മൂവ് ചെയ്യണമല്ലോ. മൂവ് ചെയ്യണമെങ്കിൽ ദർ ഇസ് എ സിഗ്നലിംഗ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈറ്റോസ്കെൽറ്റൻ ക്ലാസ് എവിടെ എടുത്തോ ആരെങ്കിലും ഇല്ല. അപ്പം അതിനകത്ത് വരുന്ന ആൾക്കാരാണ് ഈ പ്രൊഫിലിൻ, ആക്റ്റിൻ, മയോസിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് കേട്ടാൽ മതി. ആ ക്ലാസ് ആക്റ്റിൻ, മയോസിൻ എന്നൊക്കെ കൊച്ചിലെങ്കിലും കേട്ട് കാണുമല്ലോ. അതൊക്കെ സൈറ്റോസ്കെൽറ്റൽ എലമെന്റ്സ് ആണ്. നമുക്ക് അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. സോ ജസ്റ്റ് കേൾക്കുക. സോ സെറ്റില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആക്ച്വലി ഫോട്ടോട്രോപ്പിൻ രണ്ടെണ്ണം, 4-1, 4-2. എല്ലാവരും മെയിൻ ചെറിയ ലവ് സെറിബ്രൽ കഴിഞ്ഞാണ് 4-1, 4-2. സോ ഇവിടെ 4-1ഉം 4-2ഉം റെസ്പോൺസിബിൾ ആണ് ഫോർ അക്യുമുലേഷൻ റെസ്പോൺസ്. ഫോർ അവോയ്ഡൻസ് റെസ്പോൺസ് 4-2 ഈസ് ഓൺലി റെസ്പോൺസിബിൾ. ഫോട്ടോട്രോപ്പിൻ 1നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 4-1. ഫോട്ടോട്രോപ്പിൻ 2നെയാണ് നമ്മൾ 4-2 എന്ന് പറയുന്നത്. അക്യുമുലേഷന് രണ്ടുപേരും വേണം, അവോയ്ഡൻസിന് 4-2 മാത്രം മതി. സോ പ്രൊഫിലിൻ എന്ന് പറയുന്ന ഒരു സൈറ്റോസ്കെൽറ്റൽ എലമെന്റും ആക്റ്റിനും കൂടെ ചേർന്ന് പ്രൊഫിലിൻ ആക്റ്റിൻ കോംപ്ലക്സ് ഉണ്ടാവും. പ്രൊഫിലിൻ എല്ലാവരും ഇമേജ് നോക്കിക്കേ. ഇമേജ് സ്റ്റഡി ചെയ്യുക, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. നോട്ടൊക്കെ പിന്നെ നമുക്ക് ഇമേജ് കണ്ടതിന് സ്വന്തമായിട്ട് ഇപ്പം നമുക്കൊരു കൊച്ചു പിള്ളേർക്ക് ചോദിക്കത്തില്ലേ ഒരു ഇമേജ് തട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ? ഇമേജ് അറിഞ്ഞാലല്ലേ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒരു പടം തന്നിട്ട് കൊച്ചുകളുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയാം. അവിടെ 2 ബോയ്സ് ഉണ്ട്, ഒരാൾ നിൽക്കുന്നു, ഒരാൾ ഇരിക്കുന്നു, ഇത്രയും ഗേൾസ് ഉണ്ട്, കുറേ ബെഞ്ച് ഉണ്ട്, ഡെസ്ക് ഉണ്ട്. ഇമേജ് കണ്ടാലല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇമേജ് അങ്ങോട്ട് മനസ്സിലോട്ട് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നോക്കി, പ്രൊഫിലിൻ കമ്പൈൻസ് വിത്ത് ജി ആക്റ്റിൻ മേക്കിംഗ് കോംപ്ലക്സ്, പ്രൊഫിലിൻ ആക്റ്റിൻ കോംപ്ലക്സ്. കണ്ടോ? ദേ വിൽ ബൈൻഡ് ടു ദ CHOOP1 protein present on the plasma membrane of the cell. കണ്ടോ? CHOOP1 പ്രോട്ടീനോട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നത് കണ്ടോ? Then CHOOP1 protein make a road for actin polymerization. CHOOP എന്ത് ചെയ്യും? ആക്റ്റിൻ പോകാനുള്ള ഒരു റോഡ് വെട്ടിക്കൊടുക്കുക. കണ്ടോ? ഇവർക്ക് സഞ്ചരിക്കുക. ത്രൂ ദിസ് ആക്റ്റിൻ മയോസിൻ സൈറ്റോസ്കെൽറ്റൽ എലമെന്റ് വെച്ചാണ് നമ്മുടെ ഓരോ പ്രോട്ടീൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ത്രൂ ദിസ് റോഡ് ഈച്ച് ക്ലോറോപ്ലാസ്റ്റ് ഈസ്, അതായത് ഇവിടെ ഇങ്ങോട്ട് വരത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ലേ, എങ്ങനെ ഈ സിഗ്നലിംഗ് നടക്കുന്നുണ്ട്. എന്താ സിഗ്നലിംഗ്? പ്രൊഫിലിൻ കമ്പൈൻസ് വിത്ത് ജി ആക്റ്റിൻ ബൈൻഡ്സ് ടു ദ CHOOP1 protein present on the plasma membrane of the cell. Then CHOOP1 protein make a rod of actin. Rod എന്ന് വെച്ചാൽ ROAD അല്ല, ROD, rod of actin polymerization. Through this the chloroplast is clear. ക്ലിയർ ആയോ? സെറ്റായോ? സെറ്റല്ലേ? നെക്സ്റ്റ് ബോർ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണേ പുറത്ത് പോവാം. ഓക്കെ, മുഖം കഴുകണേ മുഖം കഴുകാം കേട്ടോ. എന്തുണ്ടെങ്കിലും ഫ്രീ. ഓക്കെ, നെക്സ്റ്റ് മേജർ തിങ് ഈസ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. പരീക്ഷയ്ക്ക് സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിൻ്റെ അതുപോലെ നമ്മളിത് ഓപ്പൺ ചെയ്യിപ്പിക്കുക മാത്രമല്ല സ്ട്രെസ് എടുക്കുമ്പോൾ സ്റ്റൊമാറ്റൽ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓപ്പൺ പഠിച്ചാലല്ലേ ക്ലോസ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, ഞാൻ ആദ്യം സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിൻ്റെ ഈ ഇമേജ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെയൊന്നും വരച്ചില്ല, ഞാനിപ്പോൾ മുമ്പേ കാണിച്ചില്ല. ആരോ വിട്ട് എഴുതും. സോ എന്താണ് നമ്മുടെ ഫോട്ടോ? ഇപ്പം വന്ന ആൾ നമുക്ക് പിന്നീട് സെറ്റാക്കാം കേട്ടോ. സോ നോക്കി, ഫോട്ടോട്രോപ്പിൻ്റെ പ്രോട്ടീൻ പാർട്ടിൽ എന്തൊക്കെയുണ്ട്? 3 പാർട്ടുണ്ട്. ലവ് സെറിൻ ത്രിയോണിക് കൈനേസ് ഡൊമെയ്ൻ. ബ്ലൂ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഓട്ടോ ഫോസ്ഫോറിലേറ്റഡ് ആണല്ലോ. ദെൻ കൈനേസ് വിൽ ഗീവ് ഫോസ്ഫോറിലേഷൻ. ആർക്കും ഫോസ്ഫോറിലേഷൻ കൊടുക്കും? സബ്സ്ട്രേറ്റിന് ഫോസ്ഫോറിലേഷൻ. ഞാൻ അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇനിയാണ് നമുക്ക് കാര്യങ്ങൾ സബ്സ്ട്രേറ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. നോക്കിയാലോ? സോ നോക്കാം. ബ്ലൂ ലൈറ്റ് വന്ന് പതിക്കുന്നു. ഫോട്ടോട്രോപ്പിൻ ആക്ടിവേറ്റഡ് ആയി. നോക്കിക്കോണേ, ഇത് സ്റ്റൊമാറ്റോയാണ്. ഇത് ഏത് സെല്ലായിരിക്കും? ഇത് ഗോഡ് സെൽ. സ്റ്റൊമാറ്റോയ്ക്ക് 2 സെല്ലല്ലേ? ഗോഡ് സെല്ലും സബ്സിഡിയറി സെല്ലും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഗോഡ് സെൽ. ഗോഡ് സെല്ലിരിക്കുന്ന ഫോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോട്രോപ്പിൻ എന്ത് ചെയ്യുന്നു? ഫോസ്ഫോറിലേറ്റ് ആവുന്നു. അതാരെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു? നമ്മുടെ സബ്സ്ട്രേറ്റ്. എന്താണ് നമ്മുടെ സബ്സ്ട്രേറ്റ്? ബ്ലസ്. സബ്സ്ട്രേറ്റ് എന്താണ്? ബ്ലസ്. സോ വെൻ blue light comes and hit in the guard cell, they will activate fort will phosphorylate plus.
പ്ലസ് വിൽ ആക്ടിവേറ്റ് PP1C, പ്രോട്ടീൻ ഫോസ്ഫറ്റേസ് ആണ്. പ്രോട്ടീൻ ഫോസ്ഫറ്റേസ്. ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുത്ത് കളയും. കൈനേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കണം. കൈനേസ് എന്ത് ചെയ്യും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൊടുക്കും. ഫോസ്ഫറ്റേസ് എന്ത് ചെയ്യും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുത്ത് മാറ്റും. സോ ബ്ലസ് എന്ന് പറയുന്ന ആണ്, അതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് അല്ലേ? ഫോസ്ഫോറിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിനെ ഫോസ്ഫോറേറ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. അതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ബ്ലസ്. ബ്ലസ്സിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തു. ബ്ലസ്സിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തപ്പോൾ അതിനെ ആരെ ആക്ടിവേറ്റ് ചെയ്തു? PP1C എന്ന് പറയുന്ന ഒരു ഫോസ്ഫറ്റേസിനെ ആക്ടിവേറ്റ് ചെയ്തു. PP1C എന്ന് പറയുന്ന ഒരു ഫോസ്ഫറ്റേസിനെ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പുതിയ എഡിഷനിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ സാറ് പ്രൊപ്പോസ് ചെയ്തതാണ്. ആക്ച്വലി ദേ phosphatase remove the inhibitory phosphorylation of a serine threonine kinase enzyme. ആക്ച്വലി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് സെറിൻ ത്രിയോണിക് കൈനേസ് എന്ന് പറയുന്ന ആളെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ ബ്ലസ് ഫോസ്ഫോറിലേറ്റ് ചെയ്തത് അത് PP1Cനെ ആക്ടിവേറ്റ് ചെയ്ത് ഈ കൈനേസിന്റെ ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ എടുത്ത് മാറ്റി. അപ്പൊ ഇവിടെ കൈനേസ് ആക്ടിവേറ്റ് ആയില്ലേ? കൈനേസ് കിട്ടിയോ? കൈനേസ് ആക്ടിവേറ്റ് ആയില്ലയോ? ആക്ടിവേറ്റ് ആയി. ആ കൈനേസ് എന്ത് ചെയ്യും? നമ്മുടെ ഗോഡ് സെൽ മെമ്പറൈനിൽ ഇരിക്കുന്ന PMH+ ATPase പമ്പിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെപ്പിക്കും. ഇതാണ് ബ്ലൂ ആണ് PMH+ ATPase പമ്പിനെ ഈ വയലറ്റ് വെച്ച് അടഞ്ഞിരിക്കുകയായിരുന്നു. അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ഈ ലിഡ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചു, തിരിച്ച് ഈ ലിഡ് വന്ന് അടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ അടയാതിരിക്കാൻ വേണ്ടി ഒരു 1433 പ്രോട്ടീൻ എന്ന് പറയുന്ന ആളൂടെ വന്ന് അതിനെ പിടിച്ചത് പിടിക്കും. ആ ലിഡെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ആ ലിഡ് എന്ത് ചെയ്തിരിക്കും? ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഗോഡ് സെല്ലുള്ള H+ എല്ലാം പുറത്തോട്ട് പോകും. ആ പുറത്ത് സ്ഥലത്തിനാണ് അപ്പോപ്ലാസ്റ്റിക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോപ്ലാസ്റ്റിക് സൈഡിലോട്ട് പോകും. അപ്പോൾ പ്ലസിൻ്റെ അളവ് കുറഞ്ഞില്ലേ? ഇല്ലേ? ഒരു ഡിസ്റ്റർബൻസ് ആയില്ലേ? പെട്ടെന്ന് പുറത്തുനിന്ന് പ്ലസ് കയറണമല്ലോ. പെട്ടെന്ന് K+ ഒരു ചാനൽ വഴി അകത്തോട്ട് കയറും. H+ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഹൈപ്പർ പോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്.